ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോ ഇന്ന് നമ്മളൊരു പുതിയ ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ ട്യൂട്ടോറിയൽ ഒന്നുമല്ല, സെക്കൻഡ് ടൈമാണ് ഞാൻ ഈ ഒരു സെയിം സോങ്ങിന്റെ ട്യൂട്ടോറിയൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഏതാന്ന് മനസ്സിലായോ? എനിക്കൊന്നും സെക്കൻഡ് ടൈം അല്ല, തേർഡ് ടൈം ആണ്. നമ്മള് ഫസ്റ്റ് ടൈം നമ്മുടെ പഴയ കല്യാണിയുടെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റീമിക്സ് ഇറങ്ങിയപ്പോൾ അതിന്റെ ഹുക്ക് സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കൊറിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ട്യൂട്ടോറിയൽ വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒട്ടും വൈകിക്കാതെ ഈ ഒരു വീഡിയോന്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. അപ്പം നമുക്ക് പഠിച്ചാലോ? ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു കൊറിയോ ആണ്. മാത്രമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. എന്നാൽ നമ്മൾ ആ ഒരു സ്റ്റൈൽ, ഒരു ഡേസി ടച്ച്, ഒരു ഫെമിനൈൻ ഓറ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കൊറിയോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒട്ടും ഡൗട്ട് വേണ്ട, കൺഫ്യൂഷൻസ് വേണ്ട സൈഡിന്റെ കാര്യത്തിൽ. അതായത് നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ കാണുന്നത്, അതായത് ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ്, ഇതാണ് നിങ്ങളുടെ റൈറ്റ്. ആൻഡ് നിങ്ങൾക്ക് എന്നെ മിററിലുള്ള എന്നെ നോക്കാം. ഓക്കെ, മിററിലുള്ള എന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സൈഡ് കൺഫ്യൂഷൻസ് ഒക്കെ മാറും. സോ ഫസ്റ്റ് നിങ്ങളുടെ റൈറ്റ് ലെഗ് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, സ്റ്റെപ്പ് ചെയ്ത് വെച്ചിട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, ഡൗൺ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോസ്റ്റർ. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ഫസ്റ്റ് പോസ്റ്റർ ഇതാണ്. ഓക്കെ, യെസ്. So first one is the hip movement. That is, you should start from your right hip. അതൊരു hip rotation ആണ്. കണ്ടോ? 1 2 1 2. Okay? Yes. So ഇതിൽ ബേസിക്കലി ഞാൻ നിങ്ങൾക്ക് ഒരു താളം പറഞ്ഞു തരാം. ഇത് 1 and 2 and 3 and കൗണ്ടിലാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ സ്റ്റെപ്സ് കുറച്ച് ഈസിയർ ആകാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്തിട്ട് 1 2 1 2 3 4 1 2 1 2 3 4. ഞാൻ ഈ ഒരു സ്പീഡിലാണ് ഞാൻ സ്റ്റെപ്സും ചെയ്തിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഈസിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൗണ്ട് പറഞ്ഞു തരുന്നത്. വേണമെങ്കിൽ ഇത് 1 and 2 and 3 and കൗണ്ടിൽ ചെയ്യാം. പക്ഷെ ഈ 1 2 1 2 3 4 ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്സിന്റെ സ്പീഡ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൗണ്ടിൽ അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് പോസ്റ്ററിൽ നിൽക്കുക. അതായത് 1 2 1 2. So hip rotation 1 2 count and hand movement വന്നിട്ട് നേരെ കൈ മേലേക്ക് പോവുക. ആൻഡ് നോക്കിക്കോ, ഇങ്ങനെ ഒരു റൊട്ടേഷൻ കൈ, അതായത് ലെഫ്റ്റ് റൈറ്റ്. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ തിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് വരാം. 1 2 1 2. ജസ്റ്റ് ഒന്ന് തിരിച്ച് ഇത്രയും വന്നാൽ മതി. ഓക്കെ, അതായത് ക്രോസ് വെക്കുക, കൈ ക്രോസ് വെച്ചിട്ട് ഇങ്ങോട്ട് ക്രോസ് വരാം. ഓക്കെ, ആദ്യം റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിൽ വെക്കാം, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നേരെ ഒരു ക്രോസിലേക്ക് പോകാം. ഓക്കെ, യെസ്. 5 6 7 ഗോ 1 2. ഓക്കെ, 5 6 7 ഗോ 1 2 1 2. then 1 2 3 4. close, open, side, straight. ഓക്കെ, ആൻഡ് ക്ലോസ് ഓപ്പൺ ചെയ്യുമ്പോൾ ലെഗിന് മൂവ്മെന്റ്സ് ഇല്ല. സൈഡ് ചെയ്യുമ്പോൾ യുവർ റൈറ്റ് ലെഗ് ഷുഡ് ഗോ ടു റൈറ്റ് സൈഡ്, ദെൻ ക്ലോസ്. ആൻഡ് ഹാൻഡ് വന്നിട്ട് ക്ലോസ്, ഓപ്പൺ, റൈറ്റ് ആൻഡ് സ്ട്രെയിറ്റ് വരാം. ഓക്കെ, ആൻഡ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഷുഡ് ബി ഓൺ യുവർ chin level, right on your head level. ലെവൽസ് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ആ പോസ്റ്റർ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ആ ലെവൽസ് എന്തായാലും ശ്രദ്ധിക്കാം. ഓക്കെ, 5 6 7 ഗോ 1 2 1 2 3 4. സ്പീഡാണ് 1 2 3 4. ഓക്കെ, ആ 1 2 സ്ലോ കൗണ്ടും 1 2 3 4 കുറച്ച് സ്പീഡ് കൗണ്ടും ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കാം. 1 2 1 2 3 4 5 6 7 ഗോ 1 2 1 2 3 4. ആൻഡ് ഹെഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഡൗൺ ചെയ്യുക, അപ്പ് സൈഡ് സ്ട്രെയിറ്റ്. ഓക്കെ, യെസ്, കിട്ടി. അതിനുശേഷം നമ്മുടെ ഈ റൈറ്റ് ലെഗിലെ ലെഗ് നോക്കിക്കോ. ആദ്യം ഈ റൈറ്റ് ലെഗ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ആ റൈറ്റ് ലെഗ് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് ബാക്കിലേക്ക് വന്ന് ലെഫ്റ്റ് ഡൗൺ ചെയ്യുക. 5 6 7 ഗോ 1 2. ഓക്കെ, ആൻഡ് ഹാൻഡ് നോക്കിക്കോ. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഹാൻഡിനെ ഈ റൈറ്റ് ഹാൻഡ് ഇങ്ങോട്ട് വന്നു, അതായത് റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ഹെഡിൽ വരും. ഓക്കെ, ആൻഡ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ, ഡൗൺ ചെയ്യരുത്, കുറച്ചൊന്ന് പൊക്കി പിടിക്കുക. 5 6 7 ഗോ 1 2. അതായത്
twist and head. Okay, and when you place your hand on your head, just head up cheya. Okay, 5 6 7 go. 1 2 കിട്ടി. സ്ലൈഡ് ചെയ്ത് ബാക്കിൽ വന്നു. ദെൻ ഈ ലെഫ്റ്റ് ലെഗ് ഇല്ലേ, ലെഫ്റ്റ് ലെഗ് ആണല്ലോ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, ആ ലെഫ്റ്റ് ലെഗിനെ ഒന്ന് സ്റ്റെപ്പ് ചെയ്ത് ഫ്രണ്ടിൽ വെക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ തന്നെ വെക്കുക. ജസ്റ്റ് ഒരു ടാപ്പ് ആയാലും മതി. ആൻഡ് വെൻ യു ഡു ദാറ്റ് ടാപ്പ്, നിങ്ങളുടെ ബോഡി ഒരു വേവ് കൊടുക്കുക ഫ്രം യുവർ ഹിപ്പ് ടു ദ ചെസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. 5 6 7 go. 1 2 1 2 3 4 1 2. ഓക്കെ, അത് 1 2 then 1 2. ഓക്കെ, നെക്സ്റ്റ് 1 2 1 2 വേവ് വരിക. ദെൻ 3 4. ഓക്കെ, നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന പോസ്റ്ററിൽ നിന്ന് റൈറ്റ് ലെഗ് ടാപ്പ് ചെയ്തു, ലെഫ്റ്റ് ലെഗ് സൈഡിൽ വെച്ചു. ഓക്കെ, ബോഡി ആക്ച്വലി ഒരു കോർണർ രീതിയിലാണ് നമ്മുടെ ബോഡിയുടെ പ്ലേസ്മെന്റ് ഡയമെൻഷൻ നിൽക്കേണ്ടത്. കോർണർ ടു ദ റൈറ്റ് കോർണർ. ഓക്കെ, അടുത്തത് 3 4. And when you do the 3 4, the hand should be like 3 4. Okay, 3 ki right hand up, left hand down like this. Okay, idu ഒരുപാട് ഡിസ്റ്റൻസോ ആകരുത്, ഒരുപാട് ക്ലോസോ ആകരുത്. പ്ലേസ് ലൈക്ക് ദിസ്. നിങ്ങളുടെ ഹെഡ് ലെവലിന് നേരെ റൈറ്റ് വെക്കുക, ചെസ്റ്റ് ലെവലിന് നേരെ ലെഫ്റ്റും വെക്കുക. ഓക്കെ, കിടി. യെസ്, കൗണ്ട് ചെയ്യാം. 5 6 7 go. 1 2 1 2 3 4 1 2 1 2 3 4. ഓക്കെ, ആൻഡ് ഓരോന്ന് എടുത്ത് വെക്കുക കേട്ടോ. അതായത് റൈറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ക്രോസ് ലെഫ്റ്റ് വൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലൈക്ക് 1 2. ഓക്കെ, കിട്ടി. യെസ്. ഇനി ഇവിടെ നമ്മൾ ഇങ്ങോട്ട് നിൽക്കല്ലേ, ഇവിടെ നിൽക്കുന്നത് നമ്മൾ നേരെ ബാക്കിലേക്ക് പോകണം. അതായത് ഈ സൈഡിലേക്ക്, അതായത് ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഹാൻഡ് പ്ലേസ് ചെയ്യണം. അതായത് ലെഗ് നോക്കിക്കോ ആദ്യം. 1 2. ഓക്കെ, അതായത് ഇവിടെ നിൽക്കുന്ന കാലിന് നിങ്ങളുടെ റൈറ്റ് ലെഗിനെ യെസ് എടുത്ത് വെക്കുക, വെച്ച് ബാക്കിലേക്ക് ടാപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ആൻഡ് വെൻ യു ഡു ദിസ് യുവർ ഹാൻഡ് ഷുഡ് ബി ലൈക്ക് 1 2. ഓക്കെ, അതായത് ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ആണ് അപ്പെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് അപ്പും റൈറ്റ് ഹാൻഡ് ഡൗണും ആകും. ഓക്കെ, യെസ്. അതായത് 5 6 7 go. 1 2 1 2 3 4 1 2 1 2 3 4 1 2. ഓക്കെ, 1 2. അടുത്ത കൗണ്ട് എന്താ? 1 2 3 4. സ്പീഡാണ്. ഓക്കെ, അപ്പൊ ആ സ്പീഡിന് നമ്മൾ ബാക്കിൽ വന്നില്ലേ. അഗെയിൻ റൈറ്റ് ടാപ്പ്, ലെഫ്റ്റ് സൈഡ്, ദെൻ ദിസ് റൈറ്റ് ടാപ്പ് ചെയ്ത് റൈറ്റിൽ വെക്കുക, ഒരു ലുക്ക് ഫ്രണ്ടിൽ കൊടുക്കുക. കൺഫ്യൂസിങ്? ഒന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് നേരെ തിരിഞ്ഞു ബാക്കിലേക്ക്. അതിനുശേഷം ടാപ്പ്, സൈഡ്, ദെൻ തിരിച്ച് സ്റ്റെപ്പ് തിരിച്ച് വെക്കുക. അതായത് നമ്മുടെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരിക. അപ്പോൾ ലുക്ക് സ്ട്രെയിറ്റ് കൊടുക്കാം. അതായത് 1 2 3 4 അതാണല്ലോ കൗണ്ട്. 1 2 3 4 3 4 ലുക്കാണ്. അതായത് 5 6 7 go. 1 2 3 4. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ടോയിൽ വെച്ചാൽ മതി. ഈ റൈറ്റ് നമ്മൾ തിരിയില്ലേ, അപ്പൊ അത് ടോയിൽ വെച്ചാൽ മതി. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട, കൗണ്ടിൽ പറഞ്ഞുതരാം. 5 6 7 go. 1 2 1 2 3 4. 1 2 1 2 3 4. 1 2 1 2 3 4. ഓക്കെ, യെസ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ ആ റീലൊന്ന് റെഫറൻസിൽ നോക്കുക. ഞാനതിൻ്റെ നല്ലൊരു വീഡിയോ ആക്ച്വലി ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്തുള്ളൊരു റീലാണ് ആക്ച്വലി പോസ്റ്റ് ചെയ്തോളൂ. ആൻഡ് ഐ നെവർ തോട്ട് നിങ്ങൾക്കൊരു ട്യൂട്ടോറിയൽ വേണ്ടി വരും എന്നുള്ളത്. നല്ലൊരു വീഡിയോ ആക്ച്വലി പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. എന്നാലും ട്യൂട്ടോറിയൽ ചോദിച്ചതുകൊണ്ട് അത് ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല. ഓൾറെഡി സോങ് ട്രെൻഡ് ഔട്ട് ആയി പോയിക്കൊണ്ടിരിക്കണം. അപ്പം അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടാവുമല്ലോ, പഠിക്കണമെന്നുണ്ടാവുമല്ലോ, കളിക്കണമെന്നുണ്ടാവുമല്ലോ. അതുകൊണ്ടും കൂടെയാണ്. യെസ്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു?
നമ്മൾ ബാക്കിലെത്തി അല്ലേ? ഈ ബാക്കിലെത്തിയതിന് ശേഷമുള്ള ഹാൻഡ് നോക്കിക്കോ. 1 2 3 4 സ്പീഡാണ്, അതുകൊണ്ട് തന്നെ 1 2. ഓക്കെ, ഇതെവിടെ വെച്ചു? റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ, then side, again right and face straight. ഓക്കെ, ഈ കൈയൊക്കെ വെക്കുമ്പോ മുട്ടൊക്കെ പൊക്കി പിടിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതായത് ഒരു ലൈൻ വരച്ച എങ്ങനെ ഉണ്ടാകും? മുദ്ര നോക്കിക്കോ, ഇങ്ങനെയാണ്. അപ്പോ നോക്കിക്കോ, റൈറ്റ് വെച്ച് ഡൗൺ വെച്ചു. ഓക്കെ, ദെൻ സൈഡ്. ഇങ്ങനെയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, ചെറിയൊരു ഡൗൺ, അതായത് മുട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ലുക്ക് സ്ട്രെയിറ്റ്. ഓക്കെ ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി, കൗണ്ട് മറക്കണ്ട. 1 2 1 2 3 4 1 2 1 2 3 4. ഈ ഒരു സ്പീഡിലാണ് ഞാൻ സ്റ്റെപ്സ് ബ്രേക്ക് ഡൗൺ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു സ്പീഡിൽ പറയുന്നത്. ഓക്കെ, 5 6 7 ഗോ. 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4. ഓക്കെ, യെസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കോ. നിങ്ങൾ ഈ റൈറ്റ് ലെഗ് ഇവിടെ നിൽക്കുകയല്ലേ? 1 വെക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. ആൻഡ് 2 ഇസ് ലൈക്ക് ഷേക്ക് യുവർ ബോഡി ആൻഡ് അപ്പ്. ഷേക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബോഡി ഒന്ന് അപ്പ് ലിഫ്റ്റ് ചെയ്യുക. ലൈക്ക് ദിസ്. 5 6 7 ഗോ. 1 2. ഓക്കെ, ആൻഡ് ഈ 1 വെക്കുമ്പോൾ ഹാൻഡ് നോക്കിക്കോ, ജസ്റ്റ് അപ്പ് ചെയ്ത് സൈഡിലേക്ക്, അതായത് 1 2 1 2. അത് നല്ല ഫ്രീ ആയിട്ട് പോവുകയും വേണം. അതായത് 5 6 7 ഗോ. 1 2 5 6 7 ഗോ. 1 2. നമ്മൾ ഇത് സ്ലോലി പ്ലേസ് ചെയ്ത് അപ്പൊ തന്നെ ഷേക്ക്. ആൻഡ് വെൻ യു ഷേക്ക് യുവർ ബോഡി ജസ്റ്റ് അപ്ലിഫ്റ്റ്, അതായത് ലിഫ്റ്റ് ചെയ്യുക സ്ട്രെയിറ്റ് ആയിട്ട്. കുറച്ചൊന്ന് മുകളിലേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക ബോഡി. 5 6 7 ഗോ. 1 and 2. Okay, 5 6 7 go. 1 and 2. Okay, 1 2 1 2 3 4. Again that speed count. അപ്പൊ നമ്മൾ എങ്ങനെ നിൽക്കുന്നത്? ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ റൈറ്റ് ഹാൻഡ് എടുത്ത് അപ്പർ ചെസ്റ്റ്, ഓക്കെ, ഷോൾഡറിൽ, അതുപോലെ റൈറ്റ് ഷോൾഡർ, സോറി, യുവർ ലെഫ്റ്റ് ഷോൾഡറിൽ പ്ലേസ് ചെയ്യുക. ആൻഡ് യുവർ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങളുടെ റൈറ്റ് ഹിപ്പിൽ വെക്കുക. ആൻഡ് just turn your head. And when you turn, right side ine turn cheya. Okay, adayithu 1 2 3 4. Got it? Okay, namukku count cheയ്ത് നോക്കാം. Yes, 5 6 7 go. 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഈ സ്റ്റെപ്സ് എല്ലാം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് വരുന്നത് കൊണ്ട് തന്നെ സ്റ്റെപ്പ് മിസ്സാക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പുതിയ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ അഗെയിൻ ഗോ ബാക്ക് ടു ദ ഫസ്റ്റ്, അതായത് ബിഗിനിങ് തൊട്ട് എൻഡ് വരെ പിന്നെയും പഠിച്ചത്രയും ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആൻഡ് കൗണ്ട് മറക്കണ്ട. 1 2 1 2 3 4 1 2 1 2 3 4. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എങ്ങനെ നിൽക്കുക? ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഹെഡ് ഇങ്ങനെ അല്ലേ ടേൺ ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ലെഫ്റ്റ് ലെഗ് ബാക്കിലാണ്. ഈ ലെഫ്റ്റ് ലെഗിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ടിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് സൈഡിലേക്ക് പ്ലേസ് ചെയ്യുക. ആൻഡ് വെൻ യു പ്ലേസ് യുവർ ലെഫ്റ്റ് ലെഗ് ഓൺ സൈഡ്, എന്ത് ചെയ്യണം? ബോഡിയും കൂടെ, യെസ്, ബോഡിയും കൂടെ സൈഡിലേക്ക് കൊടുക്കുക. ഹാൻഡ് ശ്രദ്ധിച്ചോളൂ. 1 എന്ത് ചെയ്യണം? സ്നാപ്പ് ചെയ്ത് ഡൗൺ ചെയ്യണം. 1. ഓക്കെ, 5 6 7 go. 1 and 2 3 4. Okay, അപ്പൊ 1 2 1 2 3 4 കൗണ്ടിൽ എങ്ങനെ ചെയ്യും? 5 6 7 go. 1 2 1 2 3 4. And when you do the 3 4, ഷോൾഡറിലാണ് റൊട്ടേഷൻ വരുന്നത്. കണ്ടോ? അതും റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അല്ലേ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത വേവ്, നമ്മുടെ ഹിപ്പ്
ഹിപ്പ്, ഇതെല്ലാം ഞാൻ അഫ്ഗാൻ ജലേബിയുടെ ട്യൂട്ടോറിയലിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ സെപ്പറേറ്റ് ഈ ഹിപ്പ് മൂവ്മെന്റ്സ് ഒക്കെ ചെയ്താൽ മാത്രമാണ് നമുക്കിത് ആക്ച്വലി ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവത്തുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കോ. 1 2 1 2. ആ 1 2ന് കൗണ്ട് ഉണ്ട്, അതായത് തിരിച്ചു വരാ 1 2 3 4. ഓക്കെ, അപ്പൊ ഹാൻഡ് എന്തൊക്കെയായിരുന്നു? സ്നാപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് നമ്മൾ അപ്പ് ചെയ്തു, സൈഡിൽ പോയി, സൈഡിൽ പോകുമ്പോ റൈറ്റ് ജസ്റ്റ് ഹിപ്പിൽ കൊടുക്കുക, ലെഫ്റ്റ് ഹാൻഡിന്റെ കൂടെ തന്നെ പോകുക, തിരിച്ച് വരിക ആൻഡ് നമ്മള് ഷോൾഡർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ 2 ഹാൻഡും കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട്, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ഷോൾഡറിന്റെ കൂടെ തന്നെ നമ്മുടെ ഹാൻഡും കൂടെ പോവുക, ഷോൾഡറിന്റെ കൂടെ തന്നെ ഹാൻഡും പോവുക. ഓക്കെ, യെസ്. ഓക്കെ, 5 6 7 ഗോ. 1 2 1 2 3 4. ഇപ്പൊ ഇവിടെ വന്നു. അടുത്തത് എന്താണ്? 1 2. അപ്പോ നമ്മൾ ജോയിൻ ആയിട്ട് നിൽക്കണതാണ് നമ്മുടെ ലെഗ്. ആദ്യം നിങ്ങളുടെ റൈറ്റ് ലെഗ് സ്ലൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ലെഗ് ഫോൾഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് നമ്മളിങ്ങനെ നിൽക്കുക, ആൻഡ് ലെഫ്റ്റ് ലെഗ് സ്ലൈഡ് ചെയ്ത് ജസ്റ്റ് ബാക്കിൽ വന്ന് റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് നോക്കിക്കോ, 1 and 2 and. ഓക്കെ, 5 6 7 ഗോ. 1 and 2 and. ഇതാണ് നമ്മുടെ അടുത്ത മൂവ്. ഓക്കെ, അതായത് 1 2 1 2 3 4 1 2. കണ്ടോ, സ്പീഡാണ്. അതായത് സ്ലൈഡ് സ്ലൈഡ്. ഓക്കെ, സ്ലൈഡിൽ വന്ന് ഇപ്പൊ നമ്മളിങ്ങനെ വെക്കുക, അഗെയിൻ സ്ലൈഡിൽ വന്ന് നിൽക്കുക. ആൻഡ് ഇത് ചെയ്യുമ്പോൾ ഹാൻഡ് നോക്കിക്കോ, 1 2. ഓക്കെ, 1 2. ഓക്കെ, 5 6 7 ഗോ. 1 2. ഓക്കെ, കിട്ടിയോ? കിട്ടി? യെസ്. 5 6 7 ഗോ. 1 2 1 2 3 4 1 2. കിട്ടി? ചെയ്ത് നോക്കുക കേട്ടോ. 1 2 ആൻഡ് അതിനുശേഷം നമ്മൾ ഇവിടെ നിൽക്കല്ലേ, ഈ ലെഫ്റ്റ് ലെഗിനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വെക്കാം. വെച്ചതിന് ശേഷം നമ്മുടെ ഹാൻഡാണ് ഇനി ചെയ്യുന്നത്. നമ്മുടെ ഹാൻഡ് ആദ്യം ചെസ്റ്റിൽ റൗണ്ട് ചെയ്ത് നേരെ സ്ലൈഡ് ചെയ്ത് മുട്ടിന്റെ മേലെ എത്തി നമ്മളത് ബോഡി ഡൗൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതായത് 1 2 3 4. ആ ഹെഡ് നോട്ടം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അതൊരു ബീറ്റിൽ നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പാട്ടിൽ പറയുകയാണെങ്കിൽ പാടാൻ ആഗ്രഹം ഇല്ല, പിന്നെ കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ടാണ്. അപ്പൊ ഒന്നും കൂടെ നോക്കാം. നാ 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 na 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 ne na ne na ne. ടക് ടക്, അവിടെ ഒരു ഓഫ് ബീറ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ടക് ടക്കിനാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് 1 2 1 2 3 4. ഓക്കെ, നിങ്ങൾ ആ കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് പഠിച്ചതിന് ആ ഓഫ് ബീറ്റിൽ കറക്റ്റ് അത് കയറും. അതുകൊണ്ട് അത് കൺഫ്യൂഷൻ വേണ്ട. അയ്യോ എവിടെയാണെന്നുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട. സോ നമ്മൾ ബാക്കിലേക്ക് വന്നു, എഗെയിൻ നമ്മൾ ബാക്കിലേക്ക് വന്നു, അതിനുശേഷം ചെസ്റ്റ് നേരെ ഡൗൺ വന്നു, അപ്പ് ചെയ്തു. അതിനുശേഷം എന്താണ്, ജസ്റ്റ് ബോഡി റൈറ്റിലേക്ക് വേ ലെഫ്റ്റ്, ദെൻ എഗെയിൻ ഫ്രണ്ട് ആൻഡ് ഫ്രണ്ട്, അതായത് ഫ്രണ്ട് സൈഡ് ആൻഡ് സൈഡ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മള് ബോഡി വന്നു, താഴേക്ക് വന്നു, ലുക്ക് കൊടുത്തു, സൈഡിലേക്ക് ഒരു വേവ്, ദെൻ റൈറ്റിലേക്ക് ഒരു വേവ്, ലെഫ്റ്റിലേക്ക് ഒരു വേവ്, പിന്നെ മേലൊരു വേവ്, എഗെയിൻ മേലെ ഒരു വേവ്. അപ്പൊ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ 5 6 7 ഗോ. 1 2 3 4, then 1 2 3 4. ഓക്കെ, ആൻഡ് ഈ മേലത്തെ 2 വേവ് ചെയ്യുമ്പോൾ ഹാൻഡ് ഉണ്ട്. അതായത് ഫസ്റ്റ് നമ്മുടെ റൈറ്റിലേക്ക് പോകുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് ഫേസിന്റെ സൈഡിൽ, ഫേസിന്റെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ,
1 and 2. കണ്ടോ? ആൻഡ് നമ്മൾ ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് ആണ് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് ഫേസിന്റെ അടുത്ത് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കണം. ഓക്കെ ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതായത് मेरे उलझी मिल जाए बस तेरे तेरे ना 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 ने. ഓക്കെ ഓക്കെ, യെസ്, നോക്കിക്കോളൂ. അതായത് 1 2 1 2. ഓക്കെ, ആൻഡ് ഇതിന് ശേഷം നമ്മൾ ജോയിൻ ആണ്. നമ്മൾ ലെഗിന് കുറച്ചു നേരത്തേക്ക് ഒരു പണിയും ഉണ്ടായിരുന്നില്ല. ആ ലെഗിന് നമ്മൾ കുറച്ച് പണി കൊടുക്കാൻ പോവുകയാണ്. അതായത് 1 ആദ്യം എന്ത് ചെയ്യണം? റൈറ്റിലേക്ക് വൈഡ് ചെയ്യുക. ദെൻ ഈ റൈറ്റ് ലെഫ്റ്റിന്റെ സൈഡ് അടുത്തേക്ക് വരിക. അതായത് ലെഫ്റ്റിന്റെ പ്ലേസിൽ വന്നിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ലെഗ് സൈഡിലേക്ക് കൊടുക്കുക. ഒരു കൺഫ്യൂഷനും വേണ്ട. ഓക്കെ, 1 and 2. അപ്പൊ ശരിയായില്ലേ? അതായത് നമ്മൾ ആദ്യം റൈറ്റ് വൈഡ് ചെയ്തു. ഈ റൈറ്റ് ലെഫ്റ്റിന്റെ ലെഗിന്റെ പ്ലേസിൽ വരുമ്പോൾ ലെഫ്റ്റ് വൈഡ് ചെയ്തു. അതായത് 1 2. ആൻഡ് ചെയ്യുമ്പോൾ വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കരുത്, മൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. കണ്ട, ഞാൻ ബോഡി റൈറ്റിലും വന്നു ലെഫ്റ്റിലേക്കും പോയി. അങ്ങനെ മൂവ് ചെയ്യണം. അതായത് വെറുതെ ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, 5 6 7 go. 1 and 2 1 and 2 1 and 2. ഓക്കെ, ആൻഡ് വെൻ യു ഡു ദാറ്റ് ലെഗ് മൂവ്മെന്റ്, ഹാൻഡ് നോക്കിക്കോ. ക്രോസ് ചെയ്യുന്ന സൈഡിലേക്ക് പോവുക, ഹെഡ് റൈറ്റിലേക്ക് കൊടുക്കുക. ആൻഡ് ഇനി നമുക്ക് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് ഹാൻഡ് എടുത്തിട്ട് ലെഫ്റ്റിലേക്ക് നോക്കുക. ആൻഡ് ഹാൻഡ് ഓൺ യുവർ ഹെഡ്, ഹാൻഡ് ഓൺ യുവർ ഹെഡ്. ഓക്കെ, 5 6 7 go. 1 and 2. ഓക്കെ, കിടി കിടി. നമുക്ക് പാട്ട് പാടി ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? 5 6 7 go. na 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 na. मेरा उलझी मिल जाए बस तेरे 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 ही नाने. അവിടെ ഒരു കട്ട് വേണമെങ്കിൽ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇനിയും ബാക്കിയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് സൈഡിൽ പോയി, റൈറ്റ് സൈഡിൽ പോയി, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അഗൈൻ ഒരു ടക്ക് എന്ന് പറഞ്ഞ സാധനം കൊടുക്കും. അതായത് 1 2 3. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്ന ലെഗില്ലേ, ഈ ലെഫ്റ്റിനെ ലിഫ്റ്റ് ചെയ്യുക. ദെൻ സൈഡ് പോവുക, അതായത് റൈറ്റ് സൈഡിലേക്ക് പോവുക. ദെൻ ബാക്കി ക്രോസ് വെച്ചേക്കുന്ന റൈറ്റിനെടുത്ത് സൈഡിൽ കൊടുക്കുക. അതായത് 1 2 3 4 5 6 7 go. 1 2 3 4. ഓക്കെ, ആൻഡ് ഇത് ചെയ്യുമ്പോൾ ഹാൻഡ് ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കേ. 3 and 4. ഒരു സ്ലോമോ വന്ന് നമ്മൾ വേഗം പ്ലേസ് ചെയ്യില്ലേ, അങ്ങനെ വേണം പോകാൻ. ഓക്കെ, 5 6 7 go. 1 2 3 and 4. And when you do that lift, just ഒന്ന് റൈറ്റ് ലെഗ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. 3 and 4. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ലെഗ് വൈഡ് ആണ്. ഈ ലെഫ്റ്റ് ലെഗ് വൈഡ് ഉള്ള ലെഫ്റ്റ് ലെഗ് 1 2. ഓക്കെ, അതായത് 5 6 7 go. നമ്മള് 1 2 1 2 3 4 1 2. ഓക്കെ, അതായത് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് സൈഡിലേക്ക് വന്നിട്ട് ഇത് ജോയിൻ ചെയ്യരുത്. ലെഫ്റ്റ് ലെഗ് എപ്പോഴും വൈഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ അതിന്ന് 1 and 2. 5 6 7 go. 1 and 2. तेरे 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 नानी നന ആ സാധനം. അപ്പോ നന അതിനകത്താണ് നമ്മുടെ ഈ ഒരു മൂവ് വരേണ്ടത്. 5 6 7 go. നന 5 6 7 go. 1 and 2 and. Okay, yes. 5 6 7 go. 1 and 2 and. And അത് ചെയ്യുമ്പോൾ ലെഗ് മൂവ്മെന്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് മൂവ്മെന്റും പോകണം. അതായത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഹിപ്പിൽ പ്ലേസ് ചെയ്യുക. റൈറ്റ് ഓൺ യുവർ ഹെഡ് ലെവൽ ആൻഡ് 1 and. കണ്ടോ, 2 times നമ്മൾ ആ ഒരു ലെഗ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹാൻഡും ഒരുമിച്ച് തന്നെ എടുക്കാം.
5 6 7 go. तेरे है नाने na 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 na. ഓക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കോളൂ. ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഈ ലെഫ്റ്റ് ലെഗ് വൈഡ് പോവുക. എങ്ങോട്ട്? ലെഫ്റ്റ് സൈഡിലേക്ക് വൈഡ് ചെയ്തിട്ട് 1 2. ഓക്കെ, അതായത് ജോയിൻ ദെൻ ഓപ്പൺ 5 6 7 ഗോ 1 2 3 അങ്ങനത്തെ സാധനം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൗണ്ട് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? 1 2 1 2 3 4. അതായത് 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2. ഓക്കെ, അപ്പോ 1 2 1 2 3 4. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോൾ 1 2 3 4 നമ്മളിത് വൈഡ് ചെയ്തിട്ട് ഒരു കൗണ്ട് 3 4. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ഇതാ ഇങ്ങനെ വൈഡ് ചെയ്യും. ആ വൈഡ് ചെയ്യണം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്യുക, ഫ്രണ്ടിൽ കൂടെ പ്ലേസ് ചെയ്യുക. അതായത് ഫ്രണ്ട് നമ്മൾ ജസ്റ്റ് ബോഡി എങ്ങോട്ടേക്ക് ടേൺ ചെയ്യുക? ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ആ ലെഫ്റ്റ് ഹാൻഡ് നോക്കിക്കോ, അപ്പാണ്, റൈറ്റ് സൈഡാണ്. നമ്മളിത് നോക്കിയേ, ഈ ലെഗ് നമ്മളിവിടെ ജോയിൻ വന്നിട്ട് ക്ലോസ് ആവത്തില്ലേ? ആ സമയത്ത് 1 ഇനി നമ്മൾ ബാക്കിലേക്ക് വലിക്കുക. അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാക്ക് ദെൻ അഗെയിൻ ടു ദാറ്റ് പൊസിഷൻ. അതായത് 1 2 3 4. ഓക്കെ, ക്ലോസ് ആക്കി ദെൻ അഗെയിൻ ഗോ ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് നോക്കിക്കോളൂ, നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് 1 2 3 4. ദെൻ വൈഡ് നിൽക്കുന്ന ലെഗ് എടുത്തിട്ട് ജോയിൻ വരിക, പിന്നെ ഓപ്പൺ ചെയ്യുക, പിന്നെ ഹിപ്പ് ചെയ്യുക. അതായത് 1 2 3 4 1 2 3 4. ഓക്കെ, ഹാൻഡ് നോക്കിക്കോളൂ, ഈ മുദ്ര. ഓക്കെ, 5 6 7 ഗോ 1 2 3 4 1 2 3 4. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നോക്കിക്കോളൂ 1 2 1 2. ഓക്കെ, അതായത് ആദ്യം റൈറ്റ് വൈഡ് ചെയ്യുക, ദെൻ ലെഫ്റ്റ് വൈഡ് ചെയ്യുക. ആൻഡ് വൈഡ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ, ഹാൻഡ് നോക്കിക്കോളൂ 1 and 2 1 and 2. ഓക്കെ, ദെൻ ഫ്രണ്ടിലേക്ക് ജമ്പ് ചെയ്യുക, ഹെഡിലൊരു മൂവ്മെന്റ് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ പാട്ടിൽ പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, 1 2 3 4 അതിനാണ് ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2. അതായത് ബാക്കിലേക്ക് ജസ്റ്റ് നിങ്ങളുടെ റൈറ്റ് ബാക്ക് കോർണറിലേക്ക് പോവുക, എന്നിട്ട് സൈഡിലേക്ക് നോക്കുക. ഓക്കെ, ആൻഡ് ഈ സമയം നമ്മുടെ ഹാൻഡിൽ നമുക്ക് പിടിക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ വരൂലേ? കയറി പിടിക്കുമ്പോൾ 1 2. അതായത് ബാക്കിലേക്ക് പോകുമ്പോൾ ഹാൻഡ് നമ്മുടെ ലെഫ്റ്റ് കോർണറിൽ പിടിക്കുക, തട്ടുക, തട്ടിയിട്ട് നേരെ ബോഡി അങ്ങോട്ട് പോവുക, നിങ്ങളുടെ ലെഫ്റ്റ് കോർണർ ബാക്കിലേക്ക് ബോഡി പോകുക ആൻഡ് അങ്ങോട്ട് നോക്കുക. റൈറ്റ് ഹാൻഡ് അപ്പോൾ സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇത് കിട്ടിയല്ലോ, ഇത് കിട്ടി, നമ്മൾ ഹെഡ് വെച്ചു, നമ്മുടെ റൈറ്റ് കോർണർ ബാക്കിലേക്ക് ബോഡി പ്ലേസ് ചെയ്യുക, ഹാൻഡ് നേരെ ലെഫ്റ്റ് കോർണർ ഫ്രണ്ടിലേക്ക് പോകുക, തട്ടുക, തട്ടിയതിന് ശേഷം ഇവിടെ നിന്ന് ബോഡി നേരെ ലെഫ്റ്റ് കോർണർ ബാക്കിലേക്ക് പോവുക, ദെൻ റൈറ്റ് ഹാൻഡ് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. എങ്ങോട്ട്? ലെഫ്റ്റ് ഫ്രണ്ട് കോർണറിലേക്ക്. അതായത് ഈ ബാക്ക് കോർണറിൽ നിന്ന് നേരെ ഇപ്പുറത്തെ കോർണറിലേക്ക്, റൈറ്റ് കോർണറിൽ നിന്ന് നേരെ ലെഫ്റ്റ് കോർണറിലേക്ക്. ഓക്കെ, പാട്ടിൽ പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും നിങ്ങൾക്ക്. തേരേ ഹെ തേരേ ഹെ തേരേ ഹെ നാനേ നനനനനാ നനനാ നനനനനാ നനനാ നന്നനേ നനനാനാ നാനനനാനാ നാനനനാനാ. ഓക്കെ, അതായത് ഓക്കെ, നമ്മൾ പോയി കൈ നീട്ട്
बेचैनी है. 1 2 3 4 5. Okay, yes, 5 6 7 go. Na 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 na. Okay, കിട്ടി. അപ്പൊ നമ്മുടെ ബോഡി ഇവിടെ നിൽക്കുക അല്ലേ. ഇവിടെ നിന്ന് നമ്മുടെ ഈ റൈറ്റ് ലെഗ് എടുത്തിട്ട് നേരെ ഫ്രണ്ടിലേക്ക് വരാം. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂസിങ് തോന്നാം നിങ്ങൾക്ക്, പക്ഷെ ഈസിയാണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് കുറച്ചുകൂടി ഈസി സ്റ്റെപ്സ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ബോഡി ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ. ഇവിടെയാണ് നിൽക്കുന്നത്. ഈ റൈറ്റ് ലെഗ് എടുത്തിട്ട് നേരെ ഫ്രണ്ടിലേക്ക് വരാം. അതായത് 1 2. ഓക്കെ, അതായത് ഈ റൈറ്റ് ലെഗ് എടുത്തിട്ട് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് വരാം, നമ്മുടെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാം. അതായത് ഹാൻഡ് നോക്കിക്കോളൂ. ഇവിടുന്ന് ക്രോസ് വന്നു, ഫ്രണ്ടിലേക്ക് വന്നു. 1 2 3 4. ക്രോസ്, ലെഫ്റ്റ് ക്രോസ്, സൈഡ്, പിന്നെ ക്ലോസ് ആൻഡ് ഓപ്പൺ. ഓക്കെ, അതായത് ഓക്കെ, അതായത് 1 2 3 4. കാജലായതുകൊണ്ട് ഇതാണ് നമ്മുടെ ഹാൻഡ് ജെസ്റ്റർ, ലൈക്ക് 1 2 3 4. നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ നോക്കുക കേട്ടോ. ലെഫ്റ്റിലേക്ക് നോക്കുക, റൈറ്റിലേക്ക് നോക്കുക, ദെൻ സ്ട്രെയിറ്റ് ആൻഡ് സ്ട്രെയിറ്റ്. Okay, 5 6 7 go. 1 2 3 4. Okay, yes. നമുക്ക് അതുവരെ ഒന്ന് പാട്ട് പാടി ഒന്ന് ചെയ്ത് നോക്കിയാലോ? ആദ്യം പോലെ വേണമെന്നില്ല, ഇവിടെ നോട്ട് ചെയ്താൽ മതി. ബസ് തേരേ 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 നനാനേ നനനനനാ നനനാ നനനനനാ നനനനേ നനനാനാ നാനനനാനാ നാനനനാനാ നനനനനാ നനനാ. അപ്പോൾ കാജലിക്ക് ആ ഒരു പോർഷനാണ്. ആ ഒരു പോർഷനിൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, നമ്മൾ ഇത് ചെയ്ത് ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഈ റൈറ്റ് ലെഗ് 1 2 3 4, സോറി ലെഫ്റ്റ് ലെഗ്, ഈ ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക, ഫ്രണ്ടിലേക്ക് വെക്കുക. ദെൻ ഹിപ്പ് മൂവ്മെൻറ്റ്, ടക്ക് ടക്ക്. 5 6 7 go. 1 2 3 4. ആൻഡ് ഹാൻഡ് നോക്കിക്കോ, വേവ് ആണ്. 1 2 3 4. നോക്കിക്കോളൂ, ലെഫ്റ്റിൽ നിന്ന് വേവ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ലെഫ്റ്റ് ഹാൻഡ് അപ്പ്, ഡൗൺ. 5 6 7 go. 1 2 3 4. 5 6 7 go. 1 2 3 4. അപ്പോൾ കാജൽ കഴിഞ്ഞ ഉടനെ 1 2 3 4 5 6 7 8. ഓക്കെ, ദെൻ നമ്മുടെ ഈ ലെഗ് ഫ്രണ്ട്, ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലല്ലേ, ലെഫ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് റൈറ്റ് സൈഡിൽ വെക്കുക, റൈറ്റ് ഫ്രണ്ടിൽ ടാപ്പ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വയ്ക്കാം. അത് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, 1 2 3 4. ഓക്കെ, സെയിം ഈ മുദ്ര തന്നെ, പക്ഷേ നോക്കിക്കോ 1 2 3 4. സൈഡിലേക്ക് പോകരുത്, ഒരു കോർണർ ഭാഗത്തേക്ക്. ദെൻ അവിടെ നിന്ന് തെരി കല്യാണി. അത് വളരെ ഈസിയാണ്. നമ്മളിങ്ങനെ നിൽക്കല്ലേ, ഇവിടെ നിന്ന് 1 2 3 4 5 6. ഓക്കെ, പയ്യെ കറങ്ങി വന്നാൽ മതി. തെരി കല്യാണി. ഓക്കെ, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് നിന്നു, ഇങ്ങോട്ട് നിന്നു, എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് ഹാൻഡ് ക്ലോസ് ചെയ്തു, അതായത് ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഇവിടെ നമ്മളൊരു റൗണ്ട് ചെയ്തു. ചെയ്തതിന് ശേഷം ഇവിടെ വന്നൊരു വേവ് ചെയ്തു. വേവ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ ഡൗൺ ടു അപ്പ്. നോക്കിക്കോ, ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു. തേരി കല്യാണി. നമ്മൾ ഇവിടെ നിന്നു, ഹാൻഡ് ഇവിടെയല്ല, നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഇവിടെയാണ് നമ്മൾ അവസാനം പ്ലേസ് ചെയ്ത് നിൽക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. അപ്പോൾ പോസ് എങ്ങനെയാ? ലെഫ്റ്റ് ഹാൻഡ്, ഇതാണ് നമ്മുടെ മുദ്ര. ഇവിടെ നിന്ന് നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്ക് വരും.
അപ്പൊ എനിക്കറിയാം ഈ ഒരു ഭാഗം ഞാൻ റീലായിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ ഞാൻ ഇതും റീലായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളത് സോങ് ഞാൻ എങ്ങനെയാണോ ആ കൗണ്ട് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ സോങ്ങിന്റെ ഏത് പോർഷനിലാണ് വരുന്നത്, അത് അങ്ങനെ തന്നെ ചെയ്തു നോക്കുക. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമുക്കൊന്ന് അത്രയും ചെയ്തു നോക്കിയാലോ, ആ സെക്കൻഡ് പോർഷൻ മുതൽ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കല്യാണി ട്യൂട്ടോറിയൽ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് പാട്ടായിട്ട് ഇടാന്ന്, പക്ഷെ ഇത് മൊത്തത്തിൽ കളിക്കുന്നത് തന്നെയാണ് ഭംഗി, ആൻഡ് മൊത്തത്തിൽ നിങ്ങൾ പഠിക്കുന്നത് തന്നെയായിരിക്കും ഭംഗി. അപ്പൊ എല്ലാവരും പോയി പഠിക്കാൻ നന്നായിട്ട് ചെയ്യുക. പിന്നെ എന്നെ മെൻഷൻ ചെയ്യുമ്പോൾ #, വൃന്ദാർജുന ഇടരുത്, @വൃന്ദാർജുന തന്നെ ഇട്ടാൽ മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ എനിക്ക് സ്റ്റോറി ഇടാൻ പറ്റുള്ളൂ, കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ, ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ പെർഫോമൻസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ട്യൂട്ടോറിയൽ നോക്കി വേഗം തന്നെ പഠിക്കുക. ട്രെൻഡ് ഔട്ട് ആവണതിന് മുന്നേ തന്നെ നമ്മൾ വേഗം പഠിച്ച് വേഗം തന്നെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അപ്പോ ടാറ്റ ബൈ ബൈ.